അറിയാൻ എന്ന സംവാദ പരമ്പരയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രജത ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന KCYM തലശ്ശേരി അതിരൂപതയുടെ 2016 വർഷത്തെ ഭരണസമിതി അംഗങ്ങളും ചർച്ചയിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും തലശ്ശേരി അതിരൂപതാംഗവുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാമ്പ്ളാഞ്ഞേശ്വരുമാണ്. അച്ഛനെയും തലശ്ശേരി അതിരൂപത KCYMന്റെ 2016 വർഷത്തെ ഭരണസമിതി അംഗങ്ങളെയും ഈ സംവാദത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായി കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടുമുട്ടിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. ജപമാലയിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളില്ല. ജപമാലയിൽ നമ്മൾ 20 രഹസ്യങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിലും ഇതിന്റെ കാര്യത്തിൽ ഒരുപാട് രഹസ്യമില്ല എന്നാണ് എനിക്ക് തോന്നുക. അതായത് ജപമാല എന്ന് പറയുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഒരു ഭക്തിയാണ്. ഈ ജപമാലയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് അത്രയും എന്താണ്? ഈ ത്രിത്വൈക ദൈവം പൂർത്തീകരിക്കുന്ന രക്ഷാകര പദ്ധതികൾ തന്നെയാണ്, അല്ലേ? പരിശുദ്ധ ത്രിത്വം, പിതാവായ ദൈവം നടത്തുന്ന സൃഷ്ടികർമ്മം മുതല് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോമിശിഹായിലൂടെ പരിശുദ്ധ ത്രിത്വം നടത്തിയ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ജപമാലയിൽ അനുസ്മരിക്കുക. ഓരോ രഹസ്യങ്ങളും ചൊല്ലുമ്പോൾ നമ്മൾ എന്താ ചൊല്ലുക? ഈശോയുടെ ജനനം, ഈശോയുടെ മാമോദീസ, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ രൂപാന്തരീകരണം, അതുപോലെ ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ നിരവധിയായ പീഡാനുഭവ രംഗങ്ങള്, ഈശോയുടെ ഉത്ഥാനം, സ്വർഗാരോഹണം, ഇതെല്ലാം വാസ്തവത്തിൽ ത്രിത്വൈക രഹസ്യങ്ങൾ തന്നെയാണ്, അല്ലേ? ത്രിത്വം ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളാണ് ജപമാലയിൽ ചൊല്ലുക. ഇനി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന വാക്യമാണെങ്കിൽ പോലും അത് ആരുടേതാണ്? പിതാവായ ദൈവത്തിന്റെ വാക്കാണ്, അല്ലേ? ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കേവലം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള പരാമർശം മാത്രമല്ല, പരിശുദ്ധ ത്രിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്ന് ന്യായമായി നമുക്ക് ഊഹിക്കാം. പിന്നെ ആ പ്രാർത്ഥനയുടെ സ്വരവും അതിന്റെ ഗതിയും ഒക്കെ ആത്യന്തികമായി പരിശുദ്ധ അമ്മയോടുള്ള വണക്കം പ്രകടമാക്കുന്ന ഒരു പ്രാർത്ഥനയായതുകൊണ്ട് അതിൽ മാതാവിനെ കൂടുതലായി അഭിസംബോധന ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പരിശുദ്ധ മറിയത്തിലൂടെയും പ്രവർത്തന നിരതമാകുന്ന ആരാണ്? പിതാവായ ദൈവം. ആ അമ്മയിലൂടെ പുത്രൻ തമ്പുരാൻ ജനിച്ചതിനെ ഓർത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ആ അമ്മയിലേക്ക് പരിശുദ്ധാരൂപി എഴുന്നള്ളി വന്നതിനെ ഓർത്താണ് പ്രാർത്ഥിക്കുക. ആ അമ്മയിൽ പരിശുദ്ധ ത്രിത്വം പൂർത്തീകരിച്ച രഹസ്യം ഓരോ മനുഷ്യ വ്യക്തിയിലും പരിശുദ്ധ ത്രിത്വം പൂർത്തീകരിക്കാനിരിക്കുന്ന രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഏതെങ്കിലും വിധത്തിൽ ഭംഗം വരുത്തുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ജപമാലയെ നമുക്ക് ഒരിക്കലും കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചർച്ച കൂടുതൽ സജീവമായി മുൻപോട്ട് പോകുന്നു എന്നുള്ള തെളിവാണ് ഈ ചോദ്യങ്ങൾ, ഇത്തരം വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട സംശയം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ശരിക്കും യേശുവിന്റെ അമ്മയാണ്. അപ്പൊ യേശുവിന്റെ അമ്മ എന്നുള്ള രീതിയിലൊരു വിശേഷണം മാത്രം മറിയത്തിന് നൽകിയാൽ പോരെ എന്നുള്ളൊരു സംശയം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിലെന്താണ് വസ്തുതയുള്ളത്? ഡെന്നീസ് ഉന്നയിച്ച ഈ ചോദ്യം വളരെ കഠിനമായൊരു ചോദ്യമാണ്. ഇത് 4-ാം നൂറ്റാണ്ടില് 5-ാം നൂറ്റാണ്ടിലൊക്കെ സഭയെ പിടിച്ചു കുലുക്കിയ ഒരു പാഷണ്ഡതയുടെ ചോദ്യമാണ്. ഇപ്പൊ അങ്ങനെ വലിയ പാഷണ്ഡതകൾ ഇല്ലാത്തത് കൊണ്ട് ഡെന്നീസിന് വലിയ ശിക്ഷാ നടപടി ഉണ്ടാകില്ല എന്ന് വിചാരിക്കുക. പക്ഷെ ആ ചോദ്യം പലരും ഉന്നയിക്കാറുള്ള ചോദ്യം, ദൈവമാതാവ് എന്നാണോ ഈ വിളിക്കേണ്ടത്? നെസ്തോറിയസ് എന്ന് പറയുന്ന ഒരു മെത്രാണിച്ചിനുണ്ടായ സംശയമായിട്ടാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം ഉന്നയിച്ചൊരു ചോദ്യമാണ് പിന്നീട് നെസ്തോറിയൻ പാഷണ്ഡതയായി അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതേക്കുറിച്ച് പഠിച്ച സഭാ പണ്ഡിതന്മാർ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ സംശയമല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ സംശയമായിരുന്നു. ഏതാണേലും നെസ്തോറിയനിസം എന്ന് പറഞ്ഞ പാഷണ്ഡതക്കാരുന്നയിച്ചൊരു ചോദ്യമാണ്, ക്രിസ്തുവിന്റെ അമ്മ എന്നല്ലേ പറയേണ്ടത്
എന്തുകൊണ്ട് ദൈവത്തിന്റെ അമ്മ എന്ന് പറയുന്നു? സഭ അതിനെ അസന്നിഗ്ധമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു, യേശുവിന്റെ അമ്മ ദൈവത്തിന്റെ അമ്മ എന്ന പേരിന് അർഹയാണ്. അല്ല എങ്കിലുള്ള കുഴപ്പം എന്താ? യേശു പൂർണ്ണമായും ദൈവമല്ല എന്ന് സമ്മതിക്കുന്നതിന് തുല്യമായി തീരും. ഏത്? യേശുവിന്റെ അമ്മയും ദൈവത്തിന്റെ അമ്മയെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ സംഭവിക്കുന്ന വലിയൊരു അപകടം ഏതാണ്? യേശു ദൈവമല്ല എന്ന് വരും. യേശു ദൈവമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ അമ്മയെ ദൈവത്തിന്റെ അമ്മ എന്ന് വിളിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സഭ വളരെ ആലോചിച്ച് യുക്തിഭദ്രമായ നിഗമനത്തിലെത്തിയത്. എഫേസൂസ് സൂനകദോസും പിന്നീട് കാൽസിഡോണിൽ കൂടിയ സൂനകദോസും കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസും ഒക്കെ ഇതിനെ ഊന്നിപ്പറയുന്നതിന്റെ കാരണം ഇതാണ്. ഈ അഭിധാനം, ദൈവമാതാവ് എന്നുള്ള പേര് മറിയത്തെ വിളിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നാം പ്രഘോഷിക്കുന്നത് പരിശുദ്ധ മാതാവിന്റെ ഒരു മേന്മയല്ല, മറിച്ച് ഈശോ ആരാണ് എന്ന സത്യമാണ്. ദൈവമാതാവ് എന്ന് മറിയത്തെ വിളിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ്? ഈശോ സത്യമായും ദൈവമാണ് എന്ന ബോധ്യമാണ് ആ ഒരു വിളിയിലൂടെ നാം ഏറ്റുപറയും. ആർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അർത്ഥശങ്കയ്ക്ക് കാരണമുണ്ട് എന്ന് കരുതേണ്ടതില്ല. അടുത്ത ചോദ്യം. അതെ അച്ഛാ, നമുക്കറിയാം നമ്മുടെ സഭാക്രമത്തില് 7 കൂദാശകളാണുള്ളത്. അവിടെയൊന്നും മാതാവിന് പ്രസക്തി നൽകുന്നില്ല നമ്മള്. പക്ഷെ കൂദാശ അനുകരണങ്ങളില് മാതാവിന് പ്രാധാന്യം നൽകി ഒരുപാട് പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് മാതാവിന് എന്തെങ്കിലുമൊക്കെ പ്രസക്തിയുള്ളതായിട്ട് നമ്മൾ കരുതുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ് ഒന്ന് വിശദീകരിച്ച് പറയാം. കൂദാശകളിൽ പരിശുദ്ധ മാതാവിന് ഒരു പ്രാധാന്യം ഇല്ല എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ കൂദാശകളിലും പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെങ്കിലും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം വിശുദ്ധ കുർബാന ഏത് ക്രമത്തിലാകട്ടെ, അത് അന്ത്യോക്യൻ ആരാധനാക്രമത്തിലാണെങ്കിൽ മാതാവിനെ വളരെയേറെ തവണ അനുസ്മരിക്കുന്നുണ്ട്. സുറിയാനി ആരാധനാക്രമത്തിലാണെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ചുരുങ്ങിയത് എല്ലാ ദിവസത്തെയും കുർബാന, മാതാവിന്റെ സ്പെഷ്യൽ ദിവസങ്ങളിലല്ല, എല്ലാ ദിവസത്തെയും കുർബാനയിൽ 2 തവണയെങ്കിലും മാതാവിനെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ലത്തീൻ ആരാധനാക്രമത്തില് പരിശുദ്ധ ദൈവമാതാവിനെ ഇതുപോലെ വളരെ കൃത്യതയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അല്ലെ? അപ്പൊ മാതാവിനെ കൂദാശകളിൽ അവഗണിച്ചു എന്ന് പറയാൻ പറ്റിയല്ല, തീർച്ചയായും മാതാവിനുണ്ട്. പക്ഷെ ചോദ്യം ശരിയാണ്. ഈ കൂദാശ അനുകരണങ്ങളിലാണ് മാതാവിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത്. അത് കൂദാശകൾ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരത്തിൽ നിന്നിത് വ്യക്തമാണ്. കൂദാശ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്? അത് ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം തേടുന്ന പ്രക്രിയ അല്ല കൂദാശ. കൂദാശ എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോമിശിഹ കാൽവരിയിലെ കുരിശിൽ നടത്തിയ രക്ഷാകരമായ കർമ്മത്തിൽ നാം വ്യക്തിപരമായി പങ്കുചേരുന്ന കാര്യമാണ് കൂദാശ എന്ന് പറയും, അല്ലെ? അവിടെ അപ്പോൾ പ്രാധാന്യം ആർക്കാണ്? ഈശോയുടെ കുരിശുമരണത്തിന്. ഈശോയുടെ കുരിശിലെ ബലിയിലുള്ള അവിടുത്തെ മരണോത്ഥാനങ്ങളിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് ആത്യന്തികമായി ഇവിടെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ വിശുദ്ധർക്കല്ല പ്രാധാന്യം, ക്രിസ്തുവിനും അവിടുത്തെ രക്ഷാകര ബലിക്കുമാണ് എന്ന സത്യം നാം ഓർക്കണം. അതുകൊണ്ടാണ് കൂദാശകളുടെ ആഴമേറിയ ദൈവശാസ്ത്രത്തില് മധ്യസ്ഥ പ്രാർത്ഥനകൾക്കല്ല, ക്രിസ്തു ഒരു വിശ്വാസിയിൽ നടത്തുന്ന പ്രവൃത്തികൾക്കാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് കൂദാശകളുടെ ആഴമേറിയ വിശകലനത്തില് ഇപ്രകാരമുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വലിയ പ്രസക്തിയില്ലാത്ത. അതേസമയം കൂദാശ അനുകരണങ്ങൾ എന്താണ്? പലപ്പോഴും കൂദാശ അനുകരണങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥനാ ശക്തിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടിയായിരിക്കാം. അതല്ല എങ്കിൽ സഭയുടെ പുണ്യവാന്മാരും ജീവിച്ചിരിക്കുന്നവരും
വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ എടുത്തു കാണിക്കുന്ന കൂദാശാനുകരണങ്ങളുണ്ട്. അപ്രകാരമൊക്കെ ചെയ്യുമ്പോൾ വിശുദ്ധന്മാർക്ക് അവിടെ പരിശുദ്ധ കന്യാമറിയത്തിന് സവിശേഷമായ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവയുടെ ദൈവശാസ്ത്രപരമായ ലക്ഷ്യങ്ങളിലുള്ള വ്യത്യാസമാണ് ഇത്തരം കൂദാശകളും കൂദാശ അനുകരണങ്ങളും തമ്മിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തിലുള്ള അന്തരത്തിന് കാരണം എന്ന് മനസ്സിലാക്കി. അടുത്ത ചോദ്യം സുനിൽ. ജപമാലയില് നമ്മൾ ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന് ചെല്ലുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ആ സഹായം ലഭിക്കുവാൻ സാധ്യതയുള്ളോ, അല്ലെങ്കിൽ കൂടുതലും നമ്മൾ കണ്ടുവരുന്ന അന്യമതസ്ഥര്, കൂടുതൽ ഹിന്ദുക്കള്, മുസ്ലിംസ് ഒക്കെ മാതൃഭക്തിയില് കൂടുതൽ ദൃഢപ്പെടുന്നത് കാണുന്നുണ്ട്. അപ്പൊ അവർക്കും നമുക്ക് മാത്രമേ, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ആ സഹായം ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നൊരു സുനിൽ ചോദിച്ച ചോദ്യം വളരെ ശ്രദ്ധാർഹമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം പലരും മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ചോദ്യം? ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അമ്മയാണോ ഈ പരിശുദ്ധ കന്യകാമറിയം? ആ അമ്മ മറ്റു മക്കൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുകയല്ലേ? ഈശോയുടെ ബലി എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈശോ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചപ്പോൾ മാലാഖമാര് ചെന്ന് അറിയിക്കുന്ന വാർത്ത എന്താണ്? ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. അപ്പോൾ ക്രിസ്തു സംഭവം തീർച്ചയായും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എങ്കിൽ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു ഒതുക്കൽ, അല്ലെങ്കിൽ ഒരുതരം വർഗീയത പറച്ചില് എന്ന് ന്യായമായും ചോദിക്കാവുന്ന. പക്ഷേ നമ്മൾ അതിന്റെ ചരിത്രം പഠിക്കണം. ഈ ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന് വിളിക്കുന്നതാകട്ടെ, ഈ മാതാവിന്റെ ലുത്തിനിയായിലെ പദപ്രയോഗങ്ങൾ, അവയോരോന്നിന്റെയും പിന്നില് വളരെ സങ്കടകരമായ കുറെ ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അത് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ കണ്ടെത്തിയ ഒരു വിശേഷണമാണ്. കുറെ കാലത്തേക്ക് പിന്നെ അത് മറന്നു കളഞ്ഞിരുന്നു. പിന്നീട് സഭാചരിത്രത്തിൽ വിശുദ്ധ ഡോൺ ബോസ്കോയാണ് ഈ ഒരു പ്രസ്താവനയ്ക്ക് പ്രചാരം നൽകിയത്, ഈ ഒരു വിശേഷണത്തിന്. എന്താണ് രക്തസാക്ഷിയായ ജസ്റ്റിനെ ഇപ്രകാരം വിളിക്കാൻ പ്രേരിപ്പിച്ചത്? ആദിമസഭയിൽ ക്രിസ്ത്യാനികൾ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം. ക്രിസ്ത്യാനികളെ തീപ്പന്തങ്ങളായി, എണ്ണ തുണി ചുറ്റി വിളക്കുകാലുകളായി നാട്ടി നിർത്തി കത്തിക്കുക, തെരുവോരങ്ങൾ കാലയെ തൊട്ട് കത്തിച്ച് ഇറങ്ങുകയാണ്. ചിലപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെയാണ് ഒരുത്തന്റെ ജീവൻ പോകുന്നത്. പച്ചയ്ക്ക് നിന്ന് കത്തുന്ന മനുഷ്യൻ. അതുപോലെ തന്നെ കുതിരക്കാലെ കെട്ടി വലിച്ചു കീറുന്നു, തിളച്ച എണ്ണയിൽ മുക്കുന്നു, ഹിംസ്ര മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ക്രിസ്ത്യാനികൾ അനുഭവിച്ച പീഡകൾ അതീവ കഠോരങ്ങളാണ്. ഈ പീഡനങ്ങൾക്ക് മധ്യേ ഒരുപാട് പേര് പേടിച്ചിട്ട് വിശ്വാസം ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങി. അയ്യോ, ഇത്രയും വലിയ പീഡനമാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്നവനെ തിളച്ച എണ്ണയെ മുക്കി പൊരിക്കുന്ന കാണുമ്പോൾ പുറകെ നിൽക്കുന്നവന്റെ ചങ്ക് പിടയും, അല്ലേ? അപ്പൊ രക്തസാക്ഷിയായി മരിച്ച വിശുദ്ധ ജസ്റ്റിൻ തന്റെ ഒപ്പം ഉണ്ടായിരുന്നവരോട് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ, രക്തസാക്ഷിത്വത്തിന്റെ വഴിയെ നടക്കാൻ ഒരു സുഹൃതജപം പറഞ്ഞു കൊടുത്തു. കുരിശിൽ ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുക, അപ്പോൾ കുരിശിനോട് ഈ അമ്മ നിന്നെയും ചേർത്ത് നിർത്തും. അത് വിശുദ്ധ ജസ്റ്റിന്റെ ഒരു കണ്ടെത്തലാണ്. ജസ്റ്റിൻ അതുകൊണ്ട് രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഭയം തോന്നാൻ ഇടയുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത ധൈര്യത്തിന്റെ സൂത്രവാക്യമാണ് ഏത്? ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ എന്ന്. അത് മറ്റ് മതസ്ഥരെ അവഹേളിക്കാനോ അവഗണിക്കാനോ അല്ല, മറിച്ച് യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഈ പീഡകൾക്ക് മധ്യേ അണുപോലും പതറാതെ മുന്നേറാൻ അമ്മേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയുടെ ചരിത്രം അറിഞ്ഞു കഴിയുമ്പോൾ അറിയാതെ നമ്മളും വിളിച്ചു പോകും, അല്ലെ വിളിക്കാൻ കൊതിച്ചു പോകും, ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ എന്ന പ്രാർത്ഥന. അതുകൊണ്ട് അതിന്റെ ചരിത്രം അറിയുമ്പോൾ
നമുക്ക് വ്യക്തമാകും. അതൊരു വർഗീയതയല്ല, മറ്റുള്ളവർക്ക് അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കില്ല എന്ന പ്രഖ്യാപനവുമല്ല, മറിച്ച് യേശുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തന്റെയും അർത്ഥപൂർണമായ പ്രാർത്ഥനയാണത്. അടുത്ത ചോദ്യം നിബിഷ. അച്ഛാ, സഭയിൽ നമുക്ക് ഒരുപാട് വിശുദ്ധരുണ്ട്. അപ്പൊ പരിശുദ്ധ അമ്മ തീർച്ചയായും വിശുദ്ധ തന്നെയാണ്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് മറ്റു വിശുദ്ധരെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാ? ഒരു വ്യക്തിയെ വിശുദ്ധയാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വ്യക്തികൾക്ക് ഈശോയുമായി ക്രിസ്തു സംഭവവുമായുള്ള അടുപ്പം, ബന്ധം, അതാണ് ആ വ്യക്തിയുടെ വിശുദ്ധിക്ക് അടിസ്ഥാനം. അല്ലെ, കുറെ പുണ്യപ്രവൃത്തി ചെയ്തു എന്നുള്ളതല്ല ഒരാളെ വിശുദ്ധ പദവിയിൽ എത്തിക്കുന്നതിന്റെ അടിസ്ഥാനം. മറിച്ച് ആ വ്യക്തിയുടെ അസ്തിത്വം, ആത്മാവും മനസ്സും ശരീരവും എത്ര കണ്ട് ക്രിസ്തുവിനോടടുത്ത് നിന്നു, ഐക്യപ്പെട്ടു നിന്നു, അതാണ് നമ്മൾ പരിശോധിക്കുക. അങ്ങനെ അതാണ് വിശുദ്ധ പദവിയുടെ മാനദണ്ഡമെങ്കിൽ നിമിഷ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമാണ്, അല്ലേ? അതായത് ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ അടുപ്പം, ഐക്യം ആണ് ഒരു വ്യക്തിയുടെ വിശുദ്ധ പദവിയുടെ മാനദണ്ഡമെങ്കിൽ മറ്റേതൊരു വിശുദ്ധനും അവകാശപ്പെടാവുന്നതിനേക്കാളും അധികമായി ക്രിസ്തുവിനോട്, ക്രിസ്തുവിന്റെ ജീവിതത്തോട്, ക്രിസ്തു രഹസ്യങ്ങളോട് പരിശുദ്ധ കന്യകാമറിയത്തിന് അടുപ്പമുണ്ട്. ശരിയല്ലേ? ആ അമ്മയുടെ ഉദരത്തിലാണ് അവൻ ജനിച്ചത്. ആ അമ്മയുടെ രക്തമാണ് ഈശോയെ പോഷിപ്പിച്ചത്. ആ അമ്മയുടെ ശ്വാസമാണ് ഈശോയുടെ ശ്വാസമായി ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ ഈശോ അറിഞ്ഞത്. ആ അമ്മയുടെ മുലപ്പാലാണ് ഈശോ കുടിച്ചത്. ഈശോയുമായി ശാരീരികവും മാനസികവും ആത്മീയവുമായി ആ അമ്മയോളം അടുപ്പം പോയിട്ട് അങ്ങനെ ചിന്തിക്കാനുള്ള അടുപ്പം പോലും മറ്റാർക്കെങ്കിലും ഉണ്ടാവുമോ എന്നത് സംശയാസ്പദമാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം എന്തുകൊണ്ട് മറ്റ് വിശുദ്ധരെക്കാളും മഹത്വമുള്ളവളായി പരിഗണിക്കപ്പെടുന്നു, ആദരവിന് അർഹയായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. അടുത്ത ചോദ്യം ഏഞ്ചൽ. യേശുക്രിസ്തു പലപ്പോഴും മാതാവിനെ സ്ത്രീയെ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുമ്പോഴാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് കൊണ്ട് അമ്മയോടുള്ള ബഹുമാനം കുറഞ്ഞു എന്നാണോ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീ എന്നുള്ള പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അത് പലരുടെയും മനസ്സിനെ കുഴക്കാറുള്ള ഒരു ചോദ്യമാണ്. അമ്മയെ കയറി മകൻ സ്ത്രീയെ എന്ന് വിളിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തെ എതിർക്കാനുള്ള പഴുതു നോക്കിയിരിക്കുന്നവർക്ക് ഇതിനോളം സന്തോഷകരമായ മറ്റൊരു വചനഭാഗമില്ല എന്നുള്ളതാണ് സത്യം. നിനക്കും എനിക്കും എന്ത്? കാനായിലെ കല്യാണ വിരുന്നിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, കാനായിൽ വീഞ്ഞു തീർന്നു പോയി എന്ന വാർത്ത അമ്മ വന്ന് പുത്രനോട് പറഞ്ഞപ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? നമ്മൾ എന്തെല്ലാം ന്യായീകരിച്ചാൽ ഞാൻ സമ്മതിക്കുന്നു, ഒരു പുത്രൻ അമ്മയെ കയറി സ്ത്രീയെ എന്ന് വിളിക്കുന്നതിനകത്ത് അപമര്യാദയുണ്ട്. അതായത് അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഒരു സംസ്കാരത്തിലും, അത് യഹൂദ സംസ്കാരത്തിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊന്നും പറയത്തില്ല. യഹൂദ സംസ്കാരവും അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്ന ഒരു പതിവില്ല. എന്നിട്ടും ഈശോ മിശിഹാ തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നെങ്കിൽ അതിനർത്ഥമുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈശോ എപ്പോഴൊക്കെയാണ് തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചത് എന്നൊന്ന് ഓർത്താൽ മതി. പരസ്യജീവിതത്തിന് ആരംഭം കുറിക്കുന്ന കാനായിലെ കല്യാണ വിരുന്ന് സ്ത്രീയെ എന്ന് വിളിച്ചു, അല്ലേ? ഈശോ പരസ്യമായിട്ട് തന്റെ അമ്മയെ ആദ്യമായി സംബോധന ചെയ്യുന്ന എന്താണ്? സ്ത്രീയെ എന്ന് വിളിച്ചു. ഇനി ഒരേ ഒരു തവണ കൂടി അമ്മയെ ഈശോ സ്ത്രീയെ എന്ന് വിളിക്കും. എന്താണ്? കുരിശേൽ പിടഞ്ഞു മരിക്കുമ്പോൾ യേശുവിന്റെ അന്ത്യവചനം, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. പരിശുദ്ധ അമ്മയോട് പരസ്യ ജീവിതത്തിൽ ആദ്യം പറഞ്ഞ വാചകവും അവസാനം പറഞ്ഞ വാചകവും എന്താണ്? സ്ത്രീയെ. അത്രയും നിർണായകമായ അവസരത്തിൽ ഈ അമ്മയെ കയറി സ്ത്രീയെ എന്ന് വിളിക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി അതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകും, അല്ലേ? അതുകൊണ്ട് വെറുതെ കയറി വിളിക്കുകയല്ല. കാരണം വിളിച്ചത് അത്രയും
ഏറ്റവും നിർണായക സന്ദർഭത്തിലാണ്. അത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പഴയ നിയമത്തിൽ ഇതിനർത്ഥമുണ്ടോ? ഉണ്ട്. രക്ഷകന്റെ വരവിനെ കുറിച്ച് പറയപ്പെടുന്ന വചനഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നുണ്ട്, സ്ത്രീയിൽ നിന്ന് പിറക്കുന്നവൻ നിന്റെ കണങ്കാൽ തകർക്കും. ആരോടെ പറയുക? സാത്താനോട്. നാരകീയ ശത്രുവായ മനുഷ്യകുലത്തിന് പറുദീസ നഷ്ടപ്പെടുത്തിയ പിശാചിനോടുള്ള ദൈവത്തിന്റെ ശിക്ഷാവാക്യമാണേത്? സ്ത്രീയിൽ നിന്ന് പിറക്കുന്നവൻ. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് അതിനൊരു വലിയ അർത്ഥം പഴയ നിയമത്തിലുണ്ട്. ഏതാണ്? പിശാചിനെ തോൽപ്പിക്കാൻ, നാരകീയ ശക്തിയെ പരാജയപ്പെടുത്താൻ ദൈവം അയക്കുന്ന രക്ഷകന്റെ അമ്മയുടെ പേര് എന്തായിരിക്കണം? സ്ത്രീ എന്ന്. അവളിൽ നിന്ന് പിറക്കുന്നവൻ പിശാചിനെ തോൽപ്പിക്കും, മനുഷ്യകുലത്തിന് രക്ഷ നേടിത്തരും, പറുദീസ വീണ്ടെടുത്തു കൊടുക്കും. ആ ഒരു സത്യം ഈശോയുടെ പ്രഘോഷിക്കുക. തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ വാസ്തവത്തില് യഹൂദ ആചാരങ്ങളിൽ തന്നെ ഒരു നടപടിക്രമമുണ്ട്. 12 വയസ്സ് മുതൽ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതുവരെ സ്ത്രീ ആകാനുള്ള വ്രതം ഈശാവ്രതം എന്നാണ് അത് അറിയപ്പെടുക. ഈശ എന്ന് പറഞ്ഞ ഹീബ്രു ഭാഷയിൽ സ്ത്രീ എന്നാണ്. സ്ത്രീയാകാനുള്ള വ്രതം നോറ്റിരുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ ദൈവമേ, അങ്ങ് അയക്കാൻ പോകുന്ന രക്ഷകന്റെ അമ്മയായിട്ട് എന്നെ തെരഞ്ഞെടുക്കണേ എന്ന പ്രാർത്ഥനയോടെ അന്നാട്ടിലെ പെങ്കൊച്ചുങ്ങള് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് നടത്തിയ വ്രതവും പ്രാർത്ഥനയുമാണേത്? സ്ത്രീയാകാനുള്ള പ്രാർത്ഥന. യേശു തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചതിലൂടെ വ്യക്തമാക്കുകയാണ്, ഇനിമേൽ ഒരു പെങ്കൊച്ചും സ്ത്രീയെ ആകാനുള്ള വ്രതത്തിന് വേണ്ടി മെനക്കെടേണ്ട. കാരണം എന്താ? ഇതാ ആ സ്ത്രീ. രക്ഷാകര ചരിത്രത്തിൽ പറുദീസായുടെ കവാടത്തിൽ വെച്ച് ദൈവം വാഗ്ദാനം ചെയ്ത ആ സ്ത്രീ ഈ നിൽക്കുന്ന മറിയമാണ് എന്നും അവളിൽ നിന്ന് ജനിച്ച താനാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെന്നും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ ഈശോയ്ക്ക് അതിനേക്കാളും നല്ലൊരു പദമില്ല, അവസരമില്ലായിരുന്നു എന്ന് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നത് മാതാവുമായി ബന്ധമില്ല എന്ന് കാണിക്കാനല്ല. മാതാവുമായുള്ള ബന്ധം കേവലം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തവൾ എന്ന ബന്ധം മാത്രമല്ല, ഈ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന് രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും നീളുന്ന വലിയൊരു അർത്ഥതലമുണ്ട് എന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. അച്ഛാ, നമ്മുടെ ആദിമ മാതാപിതാക്കളായ ആദത്തിലൂടെയും ഹവ്വായിലൂടെയും മനുഷ്യകുലത്തിന് മുഴുവൻ ഉത്ഭവഭാവം ലഭിച്ചിട്ടുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം ഉത്ഭവഭാവം ഇല്ല എന്ന് സഭ പഠിപ്പിക്കാൻ കാരണമെന്ത്? പരിശുദ്ധ കന്യകാമറിയം മനുഷ്യകുലത്തിലെ അംഗമെന്ന നിലയിൽ ആ അമ്മയ്ക്ക് ഉത്ഭവഭാവം ഉണ്ടാകേണ്ടതായിരുന്നു. ഉത്ഭവഭാവം ഇല്ലാതാകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏതാ? ഈശോയുടെ കുരിശിലെ മരണം. ഈശോയുടെ കുരിശിലെ മരണത്തിലൂടെ അല്ലാതെ മനുഷ്യകുലത്തിന്റെ ഉത്ഭവഭാവം നീങ്ങിപ്പോകില്ല, ഒരു സംശയവും വേണ്ടതില്ല. പക്ഷേ കുരിശുമരണത്തിലൂടെ കൈവരുന്ന വരപ്രസാദത്തെ മുൻകൂട്ടി പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവം സംലഭ്യമാക്കി. അതിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന് ജന്മഭാവമില്ലാതെ ജനിക്കാൻ അവസരം ലഭിച്ചു എന്നാണ് തിരുസഭ പഠിപ്പിക്കുക. അതുകൊണ്ട് അമ്മ ജന്മഭാവമില്ലാതെ ജനിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മധ്യകാല സഭാപിതാക്കന്മാർ അതിന് നൽകുന്ന വിശദീകരണം ഇതാണ്: ദൈവത്തിനെല്ലാം സാധ്യമാണ്. കൊത്തൂവിത് ദെക്കൂവിത് എത് ഫേച്ചിത്. അതായത് അത് ലത്തീൻ പദപ്രയോഗം. അതിന്റെ അർത്ഥം ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവം അങ്ങനെ തീരുമാനിച്ചു, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മാതാവിന്റെ ജന്മഭാവമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ലഭിക്കുന്ന സത്യമാണ്. 2000 കൊല്ലം കഴിഞ്ഞ് ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മഭാവമില്ലാതാകാൻ കുരിശിലെ ബലിയുടെ
വരപ്രസാദം എങ്ങനെ കാലത്തിനും സമയത്തിനും ദേശത്തിനും അതീതമായി ദൈവം ലഭ്യമാക്കുന്നുവോ അതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തിന് ആ വരപ്രസാദം ദൈവം മുൻകൂട്ടി ലഭ്യമാക്കി. ഈശോ കുരിശേ കയറി മരിച്ചില്ലായിരുന്നു എങ്കിൽ പരിശുദ്ധ കന്യകാമറിയം ജന്മപാപമില്ലാത്തവളാണ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാകുമായിരുന്നില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ മാതാവിനെ കുറിച്ച് നമ്മൾ പല പരാമർശങ്ങളും പല പുസ്തകങ്ങളിലും പല ബൈബിളിലുമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും മാതാവ് മരിച്ചതിനെ കുറിച്ചോ മാതാവിനെ കാണാതായതിനെ കുറിച്ചോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്ന് പരാമർശിക്കാമോ? മാതാവിന്റെ മരണത്തെക്കുറിച്ചുള്ള ചോദ്യം സാധാരണ ആരും ചോദിക്കാത്ത ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചതിന് പ്രത്യേകം നന്ദി. അതായത് പരിശുദ്ധ കന്യകാമാതാവിന്റെ മരണം എപ്പോൾ സംഭവിച്ചു എന്ന് ചോദിച്ചാല് അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പരിശുദ്ധ കന്യകാമറിയം 58 വയസ്സുവരെയും ജീവിച്ചിരുന്നു എന്ന ഒരു പാരമ്പര്യമാണ്, അല്ലെങ്കിൽ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ നൽകുന്ന സൂചന അതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മരണം സംഭവിക്കുന്നത് AD 42 അല്ലെ 43 എല്ലാ സാധ്യതയും. അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മരണം, അമ്മ മരിച്ചു എന്നുള്ളത് സത്യം. ഈശോയുടെ മരണശേഷം പരിശുദ്ധ കന്യകാമറിയം വീണ്ടും ഒരു 12-13 കൊല്ലം കൂടി ജീവിച്ചു എന്നും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായോടൊപ്പം ആയിരുന്നു എന്നും നമുക്ക് ന്യായമായും ഊഹിക്കാം. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം യോഹന്നാനോടൊത്ത് എഫേസൂസിൽ പോയി എന്നും അവിടെ നിന്ന് തിരിച്ച് ജെറുസലേത്തേക്ക് വന്നു എന്നുമാണ് സഭാപാരമ്പര്യം. അപ്പസ്തോലന്മാരോടൊത്ത് അമ്മ വസിക്കുന്ന കാലത്ത് പരിശുദ്ധ കന്യകാമറിയം മരിച്ചു. അതായത് അമ്മയ്ക്ക് 58 വയസ്സായപ്പോൾ മരിച്ചു എന്ന്. തോമാശ്രീ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം എവിടെയൊക്കെയോ യാത്രയിലായിരുന്നു. പുള്ളി പൊതുവെ പുറത്തിറങ്ങി നടക്കുന്ന കൂട്ടത്തിലായിരുന്നു. തോമാശ്രീയ 2 തവണ ഇന്ത്യയിൽ വന്നു എന്നൊരു പാരമ്പര്യം ഉണ്ട്. ആദ്യ തവണ തോമാശ്ലീഹ കാൽനടയായിട്ട് ഉത്തരേന്ത്യയിൽ വന്നുവെന്നും പിന്നീട് കപ്പൽ മാർഗം കേരളത്തിൽ 52 വന്നുവെന്നും അതിനിടയിൽ തോമാശ്ലീഹ വീണ്ടും ജെറുസലേത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവുമെന്നും ആ പോക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മരണവാർത്ത അറിഞ്ഞുള്ള പോക്കായിരുന്നുവെന്നും പറയുന്ന മറ്റൊരു പാരമ്പര്യമുണ്ട്. അതിന്റെ ചരിത്രപരതയിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അതേക്കുറിച്ചുള്ള ഒരു പാരമ്പര്യം മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. തോമാശ്ലീഹ ചെന്നപ്പോൾ മാതാവിനെ കാണണം എന്ന് തോമാസിന് ഭയങ്കര ആഗ്രഹം. ശിഷ്യന്മാരുടെ അടുത്ത് പിടിവാശി കൂടി അവസാനം മാതാവിന്റെ കല്ലറ തുറന്നു. കല്ലറ ശൂന്യം. അവർക്ക് മനസ്സിലായി അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ മുകളിലേക്ക് അന്താളിച്ച് നോക്കിയിരുന്ന തോമാശ്ലീഹായുടെ കയ്യിലേക്ക് സ്വർഗരാജ്ഞിയായ പരിശുദ്ധ മറിയം തന്റെ നീല അരക്കച്ച ഇട്ടുകൊടുത്തു എന്നാണ് പാരമ്പര്യം. അങ്ങനെ ശിഷ്യഗണത്തിന് മനസ്സിലായി പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരങ്ങളോട് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു എന്ന വസ്തുത. അതാണ് അമ്മയുടെ മരണത്തെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശമില്ല എങ്കിലും സമകാലീന രചനകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു ഏകദേശ ചിത്രം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾക്ക് നമുക്കിവിടെ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. വീണ്ടും പ്രസക്തമായ മറ്റൊരു വിഷയത്തിന്റെ സത്യമറിയാൻ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.